ഞാനേ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു കുംഭമേള സെലിബ്രിറ്റിയുടെ കല്യാണം നമ്മുടെ നാട്ടിലെ എല്ലാവരും നടത്തി കൊടുക്കുമ്പം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുട്ടി വന്ന് പറയുന്നുണ്ട് അവളുടെ ബർത്ത്ഡേ എന്നാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കുംഭമേള അപ്പൊ ഇതൊക്കെ നടന്നിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല. അപ്പൊ ഈ കുട്ടിക്ക് 15 ഒക്കെ വയസ്സേ ഉള്ളൂ, 15-16 വയസ്സൊക്കെ ഉള്ളു. അപ്പൊ ഇത്ര പെട്ടെന്ന് കുട്ടി പ്രായപൂർത്തിയായോ, എല്ലാരും കൂടി ഇതിനെ കല്യാണം കഴിച്ചു കൊടുക്കാറായോ എന്നൊക്കെ ഞാൻ അപ്പോഴേ വിചാരിച്ചു. കാരണം ഇവള് സെലിബ്രിറ്റി ആയപ്പോഴത്തേന് ഇവക്ക് ചുമ്മാതെ ആൾക്കാരെല്ലാം കൂടെ കൂടി ഇവളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാതെ ഓരോ ഫംഗ്ഷനൊക്കെ വെക്കാൻ ആരംഭിച്ചപ്പോഴാണ് ഈ കുട്ടി ഇത് വന്ന് പറയുന്നത്. അപ്പം ഇത്രയേറെ ചുമ്മാതെ ഞാൻ ഇരിക്കുന്ന സാധാരണ ഒരു വീട്ടമ്മയായ ഞാൻ പോലും അത് കണ്ടു. അപ്പം ഇതിൽ തന്നെ ലയിച്ച് ഈ കാര്യത്തെക്കുറിച്ച് മാത്രം അറിയുന്ന എത്രയോ ആൾക്കാർ അത് കണ്ടു കാണും. ആ കുട്ടി വയസ്സ്, എനിക്ക് തോന്നും ഇവരിങ്ങനെ വഴിയോര കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ, ഈ എന്താ പറയുന്നേ, ശിലകളൊക്കെ വിൽക്കാൻ പറ്റത്തില്ലേ രാജസ്ഥാനിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ, അങ്ങനെയുള്ള ഏതോ ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് തോന്നുന്നു ഇവര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഈ സോഷ്യൽ മീഡിയാസിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ്. വഴിയോരത്ത് ഓരോ കച്ചവടം നടത്തുന്നതും അവിടെ ഇവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഉള്ള നാടോടികൾ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഗണത്തിൽപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നിയത്. പലരും പറയുന്ന കേട്ടിട്ടാണ്. വലിയ വലിയ എന്തുവാ പറയുന്നേ, സംസാരിക്കുന്ന ബ്ലോഗർമാരല്ലോ സംസാരിക്കുന്നവർ എന്തോ പറയും, ഞാൻ മറന്നുപോയി. അപ്പം അവരൊക്കെ പറഞ്ഞുള്ള അറിവാണ്, ഞാനതൊക്കെ കാണാറുണ്ട്. അപ്പം ഈ കുട്ടി ഇങ്ങനെ, അപ്പോഴേ ഈ കുട്ടിക്ക് വയസ്സ് ഒന്നും ആയിട്ടില്ല. ഞാനും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുട്ടിക്ക് വയസ്സൊന്നും ആയിട്ടില്ല. ഞാനെന്നല്ല, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. കാരണം അത്രയും ആൾക്കാർ പറഞ്ഞിട്ട് പോലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണോ അതോ എന്താണെന്നറിയത്തില്ല, ഇത് നമ്മുടെ ഒരു ഗവൺമെൻറ് മുന്നിൽ നിന്ന് നടത്തി കൊടുത്ത ഒരു കല്യാണം. അത് അങ്ങനെ നടത്തി കൊടുക്കുന്നതിനുള്ള കാരണം എന്താ വെച്ചാൽ, ഒരു ഹിന്ദു ആവുന്ന ഒരു മുസ്ലിം ആവുന്ന ഞങ്ങൾക്കൊരു പവർ കാണിക്കാം എന്നൊക്കെയാണ് ഇതിൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇവർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് അന്ന് പറഞ്ഞായിരുന്നു. കാരണം ഈ കുട്ടിക്ക് വയസ്സായിട്ടുള്ളത് ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്. ഇവരുടെ അച്ഛനൊക്കെ വളരെ എന്താ പറയുന്നത്, ചെറുപ്പക്കാരനായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലായിക്കോണം. അപ്പോൾ ഇത്രയും ഈ ഒരു കുട്ടിയുടെ ഒരു കല്യാണം നമ്മുടെ ഒരു ഗവൺമെൻറ് തന്നെ മുന്നിട്ട് നിന്ന് ആ കല്യാണം നടത്തി കൊടുക്കണമെങ്കിൽ അവർക്ക് എല്ലാ രീതിയിലുള്ള തെളിവുകളും കറക്റ്റാ കൊണ്ടുവന്ന് വേണം അത് നടത്തി കൊടുക്കേണ്ടത് എന്ന് വിചാരിക്കണമല്ലോ. അപ്പം ഞാനിത് കണ്ടിട്ട് ഇപ്പം 2 ദിവസം കൊണ്ട് ഈ ഒരു സംഭവമാണ് വന്നേക്കുന്നത്. കാരണം അയാളുടെ പേർക്ക് ആ കല്യാണം കഴിച്ച ആളുണ്ടല്ലോ, അയാൾ പോക്സോ കേസിലായി. പിന്നെ എന്തൊക്കെയോ എന്തുവാ ഈ ഏതോ ഒന്ന് പറയുന്നത് കേട്ടായിരുന്നു, അത് മറന്നുപോയി. ഈ പട്ടികവർഗ നിയമ അതുണ്ടല്ലോ, അതിൻ്റെ അതും കൂടെ ചേർത്ത് കേസെടുത്ത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ, അല്ലെങ്കിൽ ഈ ഒരു എന്തു പറയുന്നത്, ഇങ്ങനത്തുള്ള വിവാഹങ്ങൾ ചിലപ്പം നല്ല കറക്റ്റായിരിക്കും. ഇപ്പോഴത് ഉണ്ടോയെന്ന് സംശയമാണ്. പണ്ടത്തെ കാലത്തൊക്കെയാണ് 13-12 വയസ്സുള്ളപ്പോഴൊക്കെ അവർ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം 16 വയസ്സ്. അങ്ങനെ ആയാലും ആ കുട്ടി വേറെ അവരിലേക്ക് മാറണമല്ലോ. അങ്ങനെ ഉണ്ടാവത്തില്ലെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അന്ന് തന്നെ എന്താ ഇത് ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഇതൊരു കാരണമായിട്ട് വന്നിരുന്ന് പറയുന്നത്, കേൾക്കുന്ന 10, 20, 30 പേര് അല്ലെങ്കിൽ 100 പേര് അവർക്ക് വേണ്ടിയാണേ. അപ്പം ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ കല്യാണമോ അല്ലെങ്കിൽ ഒന്നും കേസോ പോക്സോ കേസോ ഒന്നുമല്ല എൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു റോഡോരത്ത് ഇങ്ങനെ കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ, നമ്മുടെ ഇന്ത്യയിൽ തന്നെയല്ലേ അവരും ഉള്ളത്, അതുപോലും മനസ്സിലാക്കാൻ അറിയാത്ത ഒരു ഗവൺമെൻറ് എത്ര വർഷമായിട്ട് ഭരിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരും എന്നോട് വഴക്കിനൊന്നും വരരുത്. കാരണം നമ്മൾ കുറച്ച് മേലോട്ട് കയറി സംസാരിക്കും. നമ്മളധികം എന്നെ കൂടുതലും അറിയിക്കുന്നത് എന്തുവാ, കോമാളിത്തരമായിട്ട് പാട്ട് പാടുന്നുണ്ട്, കോമാളി. പിന്നെ എന്തോ പറയുന്നത്, വേറെ എന്തോ ഒരു സാധനം പറയുമല്ലോ, അവിഹിതം പറയുന്നു ചേച്ചി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലതൊക്കെ ചിന്തിച്ച് നോക്കത്തില്ലേ. സാധാരണ ഒരു കാര്യം, ഒരു കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും മനസ്സിലാക്കാതെ ഒരു കുട്ടിയെ പിടിച്ച് കല്യാണം കഴിച്ച് കൊടുക്കുന്നത്, പെട്ടെന്ന് ഓടിപ്പോയി കല്യാണം കഴിച്ച് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ തലത്തിൽ നിന്ന് മുന്നിട്ട് നിന്ന് ഒരാളാണ്. പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല. മുന്നിട്ട് അങ്ങനെ ഒരാൾ ആ ഒരു ഇതിൽ നിന്ന്
ഒരു ഗ്രൂപ്പിൽ നിന്ന്, ഗ്രൂപ്പല്ലല്ലോ എന്താ പറയേണ്ടത്, അതിൽ സംഘടനയാണോ, പേരും അറിയത്തില്ല. അതിൽ നിന്ന് മുന്നിട്ട് നിന്ന് നമ്മുടേതായിട്ടൊരു സാക്ഷ്യം വഹിക്കാൻ ഒരാളെ നമ്മൾ അങ്ങോട്ട് വിടുമല്ലോ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സാക്ഷ്യം വഹിക്കാൻ. അപ്പം അങ്ങനെ വന്ന ഒരാളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയല്ലേ സംസാരിക്കാൻ, അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പം അങ്ങനെ ഒരാൾ വന്ന് നിന്ന് മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തി കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും ഇവരതിന് കണ്ടത്? ഇവർക്കൊന്നും വേണ്ടേ? എവിടെങ്കിലും ഒരു പെണ്ണും ചെക്കനും വന്ന് എന്നെ കല്യാണം കഴിപ്പിച്ച് താന്ന് പറഞ്ഞാൽ ഉടനെ കഴിപ്പിച്ച് കൊടുക്കാണ്ടിരിക്കുന്ന ഒരു ഡൂക്ലിയാണോ? എനിക്ക് വേറെ വാക്കുകളും ഉണ്ട്. ഗവൺമെൻറ് ആണോ നമ്മുടെ ഗവൺമെൻറ്? അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. എൻ്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എനിക്ക് ചിന്തിക്കാനുള്ള ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതുമല്ലാതെ ഒരു കാര്യം മനസ്സിലാക്കാൻ പോലും കഴിവില്ലേ, അത്രയ്ക്കും കഴിവില്ലാത്ത. അപ്പോൾ എന്തുമായിരിക്കും ഇവർ ചെയ്യുന്നത്? എത്രയെത്ര കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ പല പല നിയമവശങ്ങളും അതും ഇതും ഒക്കെ ഉണ്ടല്ലോ. അപ്പം കാണുന്നിടത്തെല്ലാം ഒപ്പിട്ട് കൊടുത്ത് കാണുന്നിടത്തെല്ലാം സാക്ഷ്യം വഹിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ഗതികേട് എന്തുമായിരിക്കും? എല്ലാം കറക്റ്റായിരിക്കുമോ? ഞാനതാണ് ചിന്തിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു, എവിടാണ് താമസിക്കുന്നത്? ഇപ്പം സാധാരണ ഒരു യൂട്യൂബോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സാധാരണപ്പെട്ട ഒരാളുടെ അഡ്രസ്സോ അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പരോ, അവരെവിടാണ് താമസിക്കുന്നത്, അവരെന്താണ് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് എന്താണെന്ന് നിമിഷ നേരം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗവൺമെൻറ്റിന് ഒരു കുട്ടി എവിടാണ് താമസിക്കുന്നത്, അവൾ എന്നാണ് ജനിച്ചത് എന്ന് പോലും മനസ്സിലാക്കാതെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തല്ലോ. അന്നേ ഞാനിത് പറഞ്ഞായിരുന്നു, നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ ഇതിനകത്ത് ബലിയേടായി പോയത് ആ ചെക്കനാണ്. പക്ഷേ അവന് നല്ലതായിട്ട് മനസ്സിലാക്കണം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരാണെങ്കിൽ മനസ്സിലാക്കണം, ഇതൊരു ചെറിയ കുട്ടിയാണ്, ഗവൺമെൻറ്റിനെ ഞാൻ കളിപ്പിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നമ്മളിൽ നിന്ന് പിന്മാറിപ്പോണം. അവന് നല്ല ബോധമുള്ള ആളല്ലേ, വലിയ ഒരു ചെക്കനല്ലേ അത്. അവൻ മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ അവൻ മനസ്സിലാക്കാതെ കല്യാണം കഴിച്ചു. ഇപ്പം കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പം അവന് കേസെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും കുട്ടി ഇതെല്ലാം അങ്ങ് മറന്ന് വേറെ ഒരു രീതിയിൽ പോകും. അവളെ പറഞ്ഞു തരും. അവളിപ്പോൾ നല്ല ഡെവലപ്പായിട്ട് നിൽക്കേണ്ടത്. പിന്നിൽ നിന്ന് ഒരു കുടുംബ ബലം നല്ലതായിട്ടിരുന്നാൽ കുട്ടികളെ നല്ല രീതിയിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങനെയാണ് ഈ രീതിയിലാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകേണ്ടത് എന്ന് ആ കുട്ടികളെ ചെറിയ വയസ്സുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് വരണം. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ണും കൈയും കാണിച്ചാൽ ആ വഴിക്ക് പോകത്തില്ല. ആ അച്ഛനും അമ്മയും പഠിപ്പിക്കുന്ന പഠിപ്പിൽ നമ്മുടെ ശരീര കൺട്രോളിങ്, മൈൻഡ് കൺട്രോളിങ്, സമൂഹ കൺട്രോളിങ് എല്ലാം ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തും കുട്ടികൾ. കാരണം എല്ലാവർക്കും അവരവരുടെ വയസ്സിലാകുമ്പം പ്രേമവും കാമവും അതും ഇതും അങ്ങനെ ഇങ്ങനെ എല്ലാം വരും. അതിനെയെല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അവർ പറയുന്ന കുറച്ചെങ്കിലും ഒന്ന് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നത്തിൽ പോയി നിൽക്കത്തില്ല. ഇപ്പോൾ ആ കുട്ടി നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നെങ്കിൽ പിൻകാലത്ത് ഒരു 5-6 വർഷമായി, ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ അവൾ, ഒരു 5-6 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെ മലയാള പടത്തിലും തമിഴിലും എല്ലാത്തിനും മുൻനിരയിൽ നിൽക്കുന്നത്. കാരണം അവൾ ഏത് മേക്കപ്പ് ഇട്ടാലും അതിസുന്ദരിയാണ്. കാരണം കറുത്തോ ഇതിൽ നീ കുട്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ, കറുപ്പോ വെളുപ്പോ ഒന്നുമല്ല സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണം എന്ന്. അപ്പം ഞാൻ പറയാൻ വന്ന് വേറെ കാര്യമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പിടിപ്പിഴവിനെ കുറിച്ചാണ് വിശദീകരിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ നോക്കിയൊന്നും പറയാൻ അറിയത്തില്ലേ. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് സമയം എല്ലാം കമൻറ്റുകളൊക്കെ ഒരുപാട് കമൻറ്റുകൾ കണ്ട്, അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് വായിച്ചിട്ട് അതിങ്ങനെ ക്യാച്ച് ചെയ്തതിനെ പ്രധാനപ്പെട്ട പോയിൻ്റ് എടുത്താണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അപ്പം ലാസ്റ്റ് ഒന്നും കൂടെ ഞാൻ പറയാം. കാരണം ഒന്നും അറിയാതെ ഓടിപ്പോയി കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് ഒരു കുട്ടിയുടെ ഭാവി പോയി, ഒരു ചെക്കൻ ജയിലിലും ആയി. ഗവൺമെന്റിന് ഇത് എന്തോത്തിന്റെ സൂക്കേടായിരുന്നു. ഒരു മനുഷ്യനെ പോലും കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത ഗവൺമെന്റ് ആയിരുന്നു ഇത്. നോക്ക്, നമുക്ക് കാത്തിരിക്കാം. ഇനി അവര് തന്നെ വരുവോ, ഇനി വേറെ ഏതെങ്കിലും വന്ന് ഇതിനും കൂടുതൽ കളിക്കും. പണ്ട് ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഫസ്റ്റ് കയറണം, ഞാൻ ഫസ്റ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം നമുക്ക് എന്തൊക്കെ കാണണം, ഇനി എന്തൊക്കെ കാണണം. താങ്ക് യു വെരി മച്ച്. ആരും വഴക്കിനൊന്നും വരരുത്. എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ, കൂടുതൽ കാര്യത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. കാരണം അന്ന് പറഞ്ഞത് കുറച്ചും കൂടെ വിശദീകരിച്ച് ഇന്ന് പറഞ്ഞ് അത്രയേ ഉള്ളൂ, വേറെ ഒരു കാര്യവുമില്ല. വഴക്കിന് വരുന്നൊന്നും കൂടെ പറയാം. അവിഹിതം പോലല്ല ഈ രാഷ്ട്രീയക്കാരെ കയറി പിടിക്കുന്നത്. അവർ പണി തരും.